നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. നമ്മൾ മിക്കവാറും പേര് ബിഗ് ബോസ് കാണാറുണ്ടല്ലേ. രസമുള്ള പരിപാടിയാണ് അല്ലേ. കളിയും ചിരിയും മിക്ക റൊമാൻസൊക്കെ ആയിട്ട് ഒരു കണ്ടിരിക്കാവുന്നൊരു പ്രോഗ്രാം തന്നെയാണത്. അങ്ങനെ ഒരു കുറ്റം പറയാൻ മാത്രം. പൊതുവേ നമ്മളൊക്കെ ഫാമിലീസ് ഇങ്ങനെ അല്ലേ പല സമ്മർദ്ദത്തിൽ പകലൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഉള്ള ടെൻഷനിൽ കിടുമ്പോൾ ഒരു റിലാക്സാണ് ഇത് കാണുക എന്നുള്ളത് അല്ലേ. ഇവരെ കളിയും ചിരിയും കുറച്ച് കുസൃതിയും കുറച്ച് പൊട്ടത്തറൊക്കെ കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അങ്ങനെ കുറ്റം പറയാൻ മാത്രമൊന്നുമല്ല ഇതുവരെയുള്ള എപ്പിസോഡ്. പക്ഷേ ഇത്തവണത്തെ എപ്പിസോഡ് എന്തുകൊണ്ടോ കുറച്ച് വൾഗാരിറ്റി കൂടിപ്പോയോ എന്നൊരു സംശയം അല്ലേ. കുറച്ച് കൂടിപ്പോയില്ലേ. മുമ്പുള്ള എപ്പിസോഡൊക്കെ രസമായിരുന്നു അല്ലേ. ആ പേളിയും അല്ലേ മുമ്പുള്ള രസമുള്ള എപ്പിസോഡൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇത് 6ാമത്തെ എപ്പിസോഡാണെന്ന് മറ്റോ തോന്നുന്നു. ഇത്തവണ കുറച്ച് കൂടിപ്പോയോ എന്ന് സംശയമുണ്ട് അല്ലേ. കളിയും കെട്ടിപ്പിടുത്തോ ഇതൊക്കെ ആയിട്ട് കുറച്ച് വൾഗറായി പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട്. കാണുന്നവർക്ക് അങ്ങനെ തോന്നാം അല്ലേ. ഇതിപ്പം പറയും ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ പോരെ അല്ലേ, ഇല്ലെങ്കിൽ കണ്ട എന്നുള്ള പറയുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിലും നമുക്ക് അഭിപ്രായം പറയാമല്ലോ അല്ലേ. പൊതുവേ നമ്മളൊരു ഞാനും ഇടയ്ക്കായി കാണാറുള്ളൂ. എങ്കിലും ഇത്തവണ കുറച്ച് കൂടിപ്പോയി എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. എല്ലാവരും പറയുന്നുണ്ട് മോഹൻലാലിനൊന്നും വേറെ പണിയില്ലേ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം ഇങ്ങനെ ഇതായിട്ട് വരാൻ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ആൾക്കാർക്ക് ഈ പ്രോഗ്രാമുടെ വെറുപ്പുണ്ട് എങ്കിലും കാണുന്നവരുണ്ട്. കാണാതെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോയില്ലല്ലോ. പല ഫാമിലീസും കാണുന്നുണ്ടാവാം. പലർക്കും ഇത് ഇഷ്ടമാവാം. ഈ കളികളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം അല്ലേ. അങ്ങനെ ആരെയും കുറ്റം പറയുന്നതല്ല. എല്ലാവർക്കും ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാം. അതൊന്നും നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. പക്ഷേ ഈ ചിഞ്ഞാറ്റത്തിന് സപ്പോർട്ട് ചെയ്യും പോലെയാണ് ഇന്നലെ അഖിൽമാരാറിൻ്റെ പ്രസ്താവന. അത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറയാണ് ഇതിൽ ഒരവസരം കിട്ടണമെങ്കിൽ സ്ത്രീകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ചിലരൊക്കെ മത്സരാർത്ഥികളൊക്കെ അവരെ ജയിപ്പിച്ച് വിടുന്ന പോലും പല അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറായിട്ടാണ്. ഇതിൽ ഏഷ്യാനെറ്റിൽ ഇതിൻ്റെ എപ്പിസോഡ് കൈകാര്യം ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥന്മാർ തീരെ അബദ്ധമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മിടുക്കനാണ് അല്ലേ. നമുക്കൊക്കെ അദ്ദേഹം ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം അത്രത്തോളം പറയേണ്ടിയിരുന്നോ, അങ്ങനെ ഇതിനെ കുറ്റം പറയേണ്ടിയിരുന്നോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അത്രത്തോളം വേണ്ടിയിരുന്നില്ല. ഇപ്പോൾ സിനിമയിലൊക്കെ കാസ്റ്റിംഗ് കൗച്ചിങ്ങൊക്കെ നടക്കുന്നുണ്ടാവാം അല്ലേ. പല മേഖലയിലും ഇങ്ങനെയുള്ള ഇതൊക്കെ നടക്കുന്നുണ്ടാവാം അല്ലേ. അതൊക്കെ ഇങ്ങനെ എടുത്തു പറയാൻ മാത്രം അങ്ങനെ എന്താണെന്നറിയാം കുഴപ്പം. ഇങ്ങനെ പറയുമ്പോൾ അതിലെല്ലാ പെണ്ണുങ്ങളെയും നമ്മൾ സംശയിക്കും അല്ലേ. എല്ലാവരും ഇങ്ങനെയാണോ വന്നത് സംശയിക്കലല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്തിനാണ് വെറുതെ ഉണ്ടാക്കുന്നത് അല്ലേ. ആളെ പേരെടുത്ത് പറയാതെ അതിൽ ഇനിയിപ്പം വരുന്ന എപ്പിസോഡിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്കും ഇത് നാണക്കേടാവും അല്ലേ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ഇതിലൂടെയല്ലേ പേരെടുത്തത്. അപ്പോൾ അദ്ദേഹം ഇതിനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ അതിൽ പങ്കെടുക്കുന്ന സ്ത്രീകളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നവരാണെന്നൊക്കെ അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. ഒന്നുകിൽ പേരെടുത്ത് പറയണം. ഇതെന്നെ എവിടെയും തൊടാതെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരെയും നമ്മളൊന്ന് സംശയിക്കുമോ ഇവളൊക്കെ ഇങ്ങനെ വന്നതാണോ എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും വരും അല്ലേ. അത് സ്വാഭാവികമാണ്. പിന്നെ അങ്ങനെ അത്രത്തോളം പോകേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.